പുതിയൊരു കെട്ടിടമാണ് സി ബ്ലോക്ക് എന്ന് പറയുന്നത്. ഇവിടെ പ്രധാനമായും ഇവിടെ കണ്ടിരുന്നു. ഞാനാണ് അവിടെ രക്ഷപ്പെട്ട ടൈമിൽ, കറക്റ്റ് ടൈമിൽ, കത്തിയ ടൈമിൽ ഞാനാണ് പോയിരുന്നത്. ഏതായാലും ആൾക്കും ആൾഭയമൊന്നും ഇല്ലാതെ എല്ലാവരും രക്ഷപ്പെടുത്തി. ആ സമയത്താണ് അത് കത്തി കഴിഞ്ഞ കരികളെല്ലാം വെള്ളയിച്ചപ്പോൾ അത് മേത്തേക്ക് വീണിട്ട് ഇതായതാണ്. ചെറിയ അല്ലറച്ചിട്ട പൊള്ളലുണ്ട്, പക്ഷെ എന്നാലും കുഴപ്പമില്ല. അപകടകരമായിട്ട് കുഴപ്പമൊന്നുമില്ല. എന്നാലും ചെറിയൊരു അല്ലറച്ചില്ലറ ഇതുണ്ട്, പക്ഷെ കുഴപ്പമില്ല. എല്ലാവരും രക്ഷപ്പെട്ടി. ബേബിയുടെ ഭാഗത്ത് നല്ല സപ്പോർട്ട് ഉണ്ടായിരുന്നു. കാരണം വെള്ള ടൈമിൽ കറക്റ്റ് എത്തി, മേലേക്ക് എത്തിയതാണ് അതൊരു ഇതാണ്. ഏതായാലും അതൊക്കെ കറക്റ്റ് പക്ക ഫിറ്റിംഗ് ആയതുകൊണ്ട് നമ്മളെ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് എളുപ്പമായിരുന്നു. തീ അണക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും കാര്യങ്ങളും സെറ്റപ്പൊക്കെ ഉണ്ടായിരുന്നു. വളരെ നല്ല ഉപകാരത്തിൽ കൂടി വെള്ള ടൈമിൽ എത്തിയോണ്ട് നമ്മൾ വലിയ അപകടമൊന്നും ഇല്ലാതെ നമ്മൾ രക്ഷപ്പെട്ടു. ആൾക്കാർക്കാർക്കും അപകടമില്ല. അതുകൊണ്ട് എല്ലാവരും ഒന്ന് ഷിഫ്റ്റ് ചെയ്തില്ല. ബേബിയിലൊക്കെ അതിലൊക്കെ നല്ല ഉഷാറാണ്. നല്ല സർവീസും കാര്യങ്ങളൊക്കെ തന്ന് എല്ലാവർക്കും ആർക്കും അപകടകരമായ ബേബിയിൽ ജോലി ചെയ്തോണ്ടിരിക്കുകയല്ലേ. ഞാൻ എൻ്റെ ഒരു പേഷ്യൻ്റ് ഇവിടെ അഡ്മിറ്റാണ്. അപ്പോൾ അതിൻ്റെ സർജറിക്ക് വന്നത്, രാവിലെ സർജറിക്ക് കൊണ്ടതിന് ശേഷമാണ് നമ്മൾ റൂമിൽ നിൽക്കുമ്പോൾ പെട്ടെന്ന് ഇങ്ങനെ ന്യൂസ് കേട്ട്. അപ്പോൾ നമ്മൾ മേലേക്ക് പോയപ്പോൾ നല്ല കത്തലുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഫയർ എക്സ്റ്റിംഗ്വിഷറിട്ട് കൊണ്ടുപോയി അവിടെ എത്തി എല്ലാവരും തീ അണക്കാനുള്ള പ്രവൃത്തികൾ നമ്മൾ ചെയ്തു. അതുകൊണ്ട് ആർക്കും അപകടകരമായ രീതിയിലൊന്നും ഉണ്ടായില്ല. ഈ രോഗികളുടെ കൂട്ടിരിപ്പുകാരും മറ്റും തന്നെയാണ് തീ അണക്കാൻ ആദ്യം ഉണ്ടായത്. പിന്നീട് പ്രപ്പോസ് എത്തി പൂർണ്ണമായും തീ അണച്ചു. യാതൊരു ബുദ്ധിമുട്ടില്ലാതെ, ആർക്കും ഒരു ബുദ്ധിമുട്ടില്ലാതെ എല്ലാം ദൈവത്തിൻ്റെ അനുഗ്രഹത്തോടു കൂടി ആർക്കും ആളഭയമൊന്നുമില്ല. എല്ലാവരും രക്ഷപ്പെട്ടു. എന്തായാലും രോഗിയുടെ കൂട്ടിരിപ്പുകാരനാണ് നമ്മുടെ കൂടെ ഉള്ളത്. എന്തായാലും ആ സമയത്ത് വലിയ രീതിയിൽ തന്നെ തീ ഉയരുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇതാണ് നമുക്ക് ദൃശ്യങ്ങൾ കാണാൻ സാധിക്കും. ഇതാണ് വലിയ രീതിയിൽ തന്നെ ആ സമയത്ത് തീ ഉയരുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ഈ ഭാഗത്തൊക്കെ തന്നെ ഈ വലിയ രീതിയിൽ പുക ഉയരുന്ന അല്ലെങ്കിൽ തീ ഉയരുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇവരുടെ മൊബൈലിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത്. ഈ രോഗികളുടെ കൂട്ടിരിപ്പുകാരും പെട്ടെന്ന് ആശുപത്രിയിൽ ഉണ്ടായിരുന്ന ജീവനക്കാരും തന്നെയാണ് പെട്ടെന്ന് ഈ ഇവിടെ തീ അണക്കാനായി പെട്ടെന്ന് വളരെ വേഗം ഓടിയെത്തുകയും പിന്നീട് ഫയർഫോഴ്സ് എത്തുന്ന ഒരു സാഹചര്യമായിരുന്നു. ഇവിടെ ആ സമയത്ത് ഉണ്ടായിരുന്നു. കൂട്ടിരിപ്പുകാരനാണ്. ഞങ്ങൾ ഇവിടെ ഇരിക്കുമ്പോഴാണ് മേലിനൊരു ചേച്ചി വന്നിട്ട് പറഞ്ഞ മേലെ തീ കത്തുന്നു. അപ്പോഴാണ് ഞങ്ങൾ സ്പോട്ടിൽ പെട്ടെന്ന് പോയി നോക്കിയപ്പോൾ അവിടെ ഒന്നാകെ നല്ല രീതിയിൽ കത്തുന്നുണ്ട്. അപ്പൊ നല്ല വിഷയങ്ങളല്ല കാണിച്ചത്. ഇതൊക്കെ തന്നെ ആ സമയത്ത് വലിയ നമുക്ക് ദൃശ്യങ്ങൾ കാണാൻ സാധിക്കും. ഈ ഒരു ഭാഗത്ത് തന്നെ വലിയ രീതിയിൽ തന്നെ തീ വരുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ഈ ആശുപത്രിയിലെ ജീവനക്കാരാണ് ആ സമയത്ത്, ആശുപത്രിയിലെ ജീവനക്കാരും കൂട്ടിരിപ്പുകാരാണ് വളരെ പെട്ടെന്ന് തന്നെ ആ സമയത്ത് അവിടെ ഓടിയെത്തുകയും ഈ തീ അണക്കാനൊരു പെട്ടെന്ന് തന്നെ ഇവരുടെ ഒരു ആ സമയത്തുള്ളൊരു ശ്രമം തന്നെയാണ് പെട്ടെന്ന് വളരെ വേഗത്തിൽ തന്നെ തീ അണയ്ക്കുന്നതിലേക്കും ഈ മറ്റ് ബ്ലോക്കുകളിലേക്ക് അല്ലെങ്കിൽ മറ്റ് നിലകളിലേക്ക് ഈ തീ പുകയും തീയും ഈ പടരാനുള്ളൊരു സാഹചര്യം കുറച്ചത്. എന്തായാലും പെട്ടെന്ന് തന്നെയുള്ള ഈ ഇടപെടലുകൾ ആശങ്കാജനകമായ ഒരു സാഹചര്യത്തെയാണ് വളരെ വേഗത്തിൽ തന്നെ ഇവരുടെ ഒരു ഇടപെടൽ കൊണ്ട് പൂർണ്ണമായും തീ അണക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയിട്ടുള്ളത്. നിഷാദ്, മറ്റു പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ, പൊള്ളലൊന്നും ഇല്ലല്ല, ആർക്കും പ്രശ്നങ്ങളൊന്നുമില്ല. പെട്ടെന്ന് ഹോസ്പിറ്റലിന്റെ ഭാഗത്ത് നമുക്ക് വേണ്ടപ്പെട്ട സൗകര്യം ഉള്ളതുകൊണ്ട് പെട്ടെന്ന് നമുക്ക് കണക്കാൻ പറ്റും. ഫയർഫോഴ്സും കാര്യങ്ങളൊക്കെ വന്നോണ്ട്. ഞാൻ നമ്പറിലോട്ട് ശരി. ബേബി മെമ്മോറിയൽ ആശുപത്രിയിലുണ്ടായ തീപിടുത്തം പൂർണ്ണമായും അണയ്ക്കാൻ കഴിഞ്ഞിരിക്കുന്നു. ആശ്വാസദായകമായ കാര്യമാണത്. അവിടെ തീപിടുത്തമുണ്ടായ ഉടൻ തന്നെ ബേബി മെമ്മോറിയലിന്റെ ആഭ്യന്തര സംവിധാനവും ഒപ്പം തന്നെ ഫയർഫോഴ്സും എത്തിയാണ് തീ അണച്ചത്.